ആണ് കൂടുതൽ പ്രാധാന്യം. ഓരോ ശരീരകോശങ്ങളിലേക്കും ഈ ഊർജപ്രവാഹം കടന്നാണ് ചെല്ലുന്നത്. ഓരോ സെല്ലിലും മൈന്യൂട്ടായിട്ടുള്ള ഹോളുകളുണ്ട്. മെസ്സേജുകൾ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മളുടെ മനസ്സിൽ, മസ്തിഷ്കത്തിലേക്ക് അങ്ങ് കടന്നാ ചെല്ലുന്നത് ഇത്. അപ്പൊ നമ്മുടെ ശരീരങ്ങൾ അത് നന്നായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് നിരവധി ശാസ്ത്രീയമായ രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത്. കഥകളി സംഗീതവും മറ്റ് ഇന്ത്യൻ സംഗീതങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഹിന്ദുസ്ഥാനി ആണെങ്കിലും ശരി തന്നെ. മനുഷ്യ മനസ്സിനെ ഒരു ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇതിന് കഴിയും. അതുകൊണ്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളില് രോഗികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും രോഗികൾക്ക് രോഗത്തിന് മരുന്ന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് സംഗീതം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വലിയ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്കത് ചെന്നാൽ നിങ്ങൾക്കത് അനുഭവിക്കാം, കാണാം, കേൾക്കാം. ഇത് എല്ലാരും ചോദിക്കും, എന്താണ് മരുന്ന് കൊണ്ട് മാറാത്തത്, സംഗീതം കൊണ്ട് മാറുമോ എന്ന് ചോദിക്കുന്നു. അതിന്റെയൊക്കെ നിരവധി രഹസ്യങ്ങൾ നമുക്ക് പുറത്തു വരുത്തണം. ടോണോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന നിരവധി ഉപകരണങ്ങളുണ്ട്. രാമൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് രാമൻ